അതെ, തണുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കഴിയുമ്പോൾ ഡബിൾ എഫക്റ്റാണ്. അപ്പോൾ ഈ ഡബിൾ എഫക്റ്റായിട്ട് വന്ന് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ദേ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ 3/4 ഗ്ലാസോളം കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി കൂടി ചേർക്കണം. ഇത്രയും കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്കിനി 2 സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിക്കാം. കുപ്പിയാണ് എടുക്കുന്നതെങ്കിൽ കുപ്പിയുടെ മൂടിയിൽ കുറച്ച് ഹോളുകൾ ഇട്ടെടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ ഹോൾ ഇട്ടെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കാം. കറിവേപ്പിൻ്റെ ഇലകളിലുണ്ടാകുന്ന മുരടിപ്പും അതേപോലെ തന്നെ പുഴുക്കളുടെ ശല്യം, അല്ലെങ്കിൽ ഇല ഇങ്ങനെ കറുത്ത് കുത്തുകൾ വീഴുന്ന പ്രശ്നം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കറിവേപ്പിന് മാത്രമല്ല, വെണ്ട അതുപോലെ പച്ചമുളക് അങ്ങനെയുള്ള പ്ലാന്റ്സിനും ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ശല്യവും അതേപോലെ തന്നെ ഇല മുരടിപ്പൊക്കെ മാറാൻ നല്ലതാണ്. കറിവേപ്പിനൊക്കെ നമുക്ക് കീടനാശിനികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നാച്ചുറലായിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇലമുരടിപ്പും പ്രാണികളുടെ ശല്യമൊക്കെ മാറി നന്നായിട്ട് തഴച്ച് വളരും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം. ഈ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് 1 സ്പൂണോളം പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പായാലും ഒരു കുഴപ്പമില്ല. 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 2 സ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പാരസിറ്റാമോളോ ഡോളോയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ 2 ടാബ്ലറ്റ്സ് എടുത്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ പേപ്പർ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എലികൾക്കും അതേപോലെ പല്ലി, പാറ്റ അങ്ങനെയുള്ളവയ്ക്കെല്ലാം തന്നെ ഈ കഞ്ഞിവെള്ളം വളരെ ഇഷ്ടമാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു സ്മെല്ലും അതേപോലെ തന്നെ ആ ഒരു ടേസ്റ്റും കാരണം അവ വന്ന് ഇത് കുടിക്കും. അങ്ങനെ അവരുടെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ പല്ലീനെയും പാറ്റേനെയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ ഇതേപോലെ വച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് കുറേശ്ശെയായിട്ട് പല പാത്രത്തിലായിട്ട് വച്ചു കൊടുക്കാവുന്നതാണ്. രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ലൈറ്റ് ഇടുമ്പോൾ തന്നെ പല്ലികളൊക്കെ ഓടി ഫ്രിഡ്ജിൻ്റെ അടിയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് വച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പരന്ന പാത്രത്തിൽ ഇതേപോലെ വച്ചു കൊടുക്കുമ്പോൾ പല്ലികൾ എങ്ങനെയായാലും ഇത് വന്ന് കുടിച്ചോളും. പ്രത്യേകിച്ച് വൈറ്റ് കളറും കൂടി ആകുമ്പോൾ പെട്ടെന്ന് അത് വന്ന് കുടിച്ചോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പല്ലി ശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ വച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലിയും പാറ്റേനെയൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. എലികൾക്കാണെങ്കിലും കഞ്ഞിവെള്ളം വളരെ ഇഷ്ടമാണ്. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു മണം കൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് കുടിച്ചോളും. അപ്പോൾ എലി ശല്യമുള്ള ഭാഗത്തൊക്കെ ഒരു ചിരട്ടയിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എലികളുടെ ശല്യം മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് നല്ല തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇലകളാണ്. അപ്പോൾ നല്ല ചുവന്ന ചെമ്പരത്തിയുടെ ഇലകളാണ് കൂടുതൽ നല്ലത്. ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞ ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പോൾ എനിക്കിതേ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ചുവന്ന ചെമ്പരത്തിയുടെ ഇലകൾ നോക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കഞ്ഞിവെള്ളവും ഇതേപോലെ ഈ ചെമ്പരത്തിയുടെ ഇലകളും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം മാത്രമാണ് നമ്മൾ ആദ്യം ചേർത്തോളൂ. നന്നായിട്ട് ഇതേപോലെ അരഞ്ഞ് കിട്ടുന്നതിനായിട്ട് ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അരച്ചതിന് ശേഷം ആവശ്യത്തിന് തണുത്ത കഞ്ഞിവെള്ളം കൂടുതൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. താരൻ മാറ്റുന്നതിനും മുടി കൊഴിച്ചിൽ മാറ്റുന്നതിനും അതേപോലെ തന്നെ മുടിക്ക അങ്ങനെയുള്ള തലമുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല ഒരു പരിഹാരമാണ് ഈ ഒരു താളി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരും. അതേപോലെ തന്നെ മുടി നരക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇതേപോലുള്ള താളികളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കെമിക്കൽ അടങ്ങിയ ഷാമ്പൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള നാച്ചുറൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും മാറിക്കിട്ടും.
ഈ ഷാമ്പു നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാവുന്ന നല്ല ഒരു നാച്ചുറൽ ഷാമ്പു ആണിത്. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 സ്പൂണോളം വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വിനാഗിരി കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടി വരും. എന്നിട്ട് നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷനായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ സിങ്കൊക്കെ കഴുകുകയാണെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടും. അതായത് നമ്മുടെ സിങ്കിനുള്ളിലുള്ള മെഴുക്കും അതേപോലെ തന്നെ അഴുക്കൊക്കെ മാറിയിട്ട് ഇത് നല്ല ക്ലീനായി വരുന്നത് കണ്ടു. ഇതേപോലെ നമുക്ക് സിങ്ക് വൃത്തിയാക്കി ഇടാൻ പറ്റും. അതുമാത്രമല്ല സിങ്കിനുള്ളിൽ നിന്ന് സീവിനുള്ളിൽ നിന്നൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ടല്ലേ. ഈ ഓടയിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് പോലെയൊക്കെ ചിലവരുടെ സിങ്കിൽ നിന്നൊക്കെ സ്മെല്ല് വരാറുണ്ട്. സിങ്ക് നമ്മൾ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. ആ ഒരു സ്മെല്ല് വരുന്നത് വേസ്റ്റ് ടാങ്കിൽ നിന്നാണ്. വേസ്റ്റ് ടാങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഡീകമ്പോസ്റ്റിംഗ് പ്രോസസ്സൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നാണ് ആ ഒരു സ്മെല്ല് സീവ് വഴി കിച്ചണിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ സീവിലേക്ക് ഒരൽപ്പം ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിക്കുകയാണെങ്കിൽ, ഇതേപോലെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് നാച്ചുറലായിട്ട് തന്നെ അണുക്കളുണ്ടാവും. ആ അണുക്കൾ വേസ്റ്റ് വിഘടിക്കുന്നതിനെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കിച്ചണൊക്കെ നമ്മൾ അടച്ചു പോരുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ വേസ്റ്റ് ടാങ്കിലെ ആ ഒരു വേസ്റ്റൊക്കെ വിഘടിച്ച് വരുന്നതിനും അതേപോലെ തന്നെ സ്മെല്ല് ഒഴിവാകുന്നതിനും സഹായിക്കും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിനിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2-3 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് ചൂടായി വരുമല്ലോ. ആ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ ടവൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കിച്ചൺ ടവൽസ് അതേപോലെയുള്ള എണ്ണമെഴുക്കുള്ള എന്തെങ്കിലും ടവലൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു തുണിയിൽ നിന്നുള്ള അഴുക്കും മെഴുക്കും ഒക്കെ പോയിട്ട് തുണി പെട്ടെന്ന് ക്ലീനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവൽസൊക്കെ ആണെങ്കിലും ഇതേപോലെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ തുണികളുടെ ഈട് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കഞ്ഞിവെള്ളം തുണികളുടെ ഈട് കൂട്ടുന്നതിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ തുണികൾ സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് സ്റ്റിഫ് ആൻഡ് ചെയിനും കംഫർട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പണ്ടുള്ളവരുടെ സ്റ്റിഫ് ആൻഡ് ചെയിനൊക്കെ ഈ കഞ്ഞിവെള്ളം തന്നെയായിരുന്നു. പണ്ടത്തെ അമ്മമാരൊക്കെ ഓയിൽ സാരിയൊക്കെ ഈ കഞ്ഞിവെള്ളത്തിൽ മുക്കി കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയാൻ മറക്കല്ലേ.